ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും സിറ്റുവേഷൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോസ് കാണുന്ന വ്യക്തിയുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് പേഴ്സണും പേഴ്സൻ്റെ തേർഡ് പാർട്ടിയും കൂടി കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ തേർഡ് പാർട്ടിയും പേഴ്സണും കൂടി കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ വീഡിയോസ് കാണുന്ന വ്യക്തിയുടെ പേഴ്സണും തേർഡ് പാർട്ടിയും കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിനെ പറ്റിച്ച് മറ്റൊരു റിലേഷനിലേക്ക് കടന്നു പോയിരിക്കുന്ന തേർഡ് പാർട്ടിയും പേഴ്സണും എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് തേർഡ് പാർട്ടിയും പേഴ്സണും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സണും തേർഡ് പാർട്ടിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് തേർഡ് പാർട്ടിയും പേഴ്സണും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഹോളി സ്പിരിറ്റ് പ്ലീസ് എന്നെ ഗൈഡ് ചെയ്യണമേ. ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കറക്റ്റായിട്ടുള്ള റിസൾട്ട് ലഭിക്കാൻ സഹായിക്കണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും യാതൊരു ചിന്തയുമില്ല. ഒരു ആക്ഷനും നിങ്ങളുടെ പേഴ്സണ് എടുക്കാൻ കഴിയാത്ത സ്റ്റക്കായിരിക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മാനസികമായിട്ടുള്ള എല്ലാ ബലങ്ങളും എല്ലാ ധൈര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയോടൊപ്പം ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് തൻ്റെ മാനസിക ബലം താറുമാറായി തന്നെ കൊണ്ട് ഒരു ആക്ഷനും എടുക്കാൻ വയ്യാത്ത അവസ്ഥയിൽ മുമ്പോട്ടുള്ള എന്ത് വഴിയാണോ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവോ കാര്യമോ ഇല്ലാതെ ഒരു ഡോൾ എങ്ങനെയാണോ അതുപോലെ നിന്ന് കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഐസൊലേഷനായിട്ടും വളരെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ്. എങ്ങോട്ടും തിരിയാൻ കഴിയത്തില്ല. എങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ തന്നെയും അവർക്ക് പെയിൻ അനുഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വന്നിരിക്കുന്ന നമ്പർ 8 ആണ്. ജെമിനയാണ് വന്നിരിക്കുന്നത്. എയർ സൈനാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ 8 നമ്പർ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായി വളരെ വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒരുപാട് പൈസ ഡീലിംഗ് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം തേർഡ് പാർട്ടി കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും കൊടുത്ത പൈസ തിരിച്ച് ആവശ്യപ്പെടുകയോ മറ്റോ എന്തോ ചെയ്ത് ഒരു വലിയ സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൺ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് പെൻഡിക്കിളാണ് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ പേഴ്സൺ മറ്റാർക്കെങ്കിലും ടൈം അല്ലെങ്കിൽ സ്നേഹം
അവർക്കുള്ള ഇമോഷണൽ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളിൽ നിന്ന് വാങ്ങി മറ്റൊരു വ്യക്തിക്കാണ് നിങ്ങളുടെ പേഴ്സൺ കൊടുത്തതെങ്കിൽ അതിനുള്ള ഓക്കെ നിങ്ങൾ ഒരുപാട് സമയം, പൈസ, നിങ്ങളുടെ പേഴ്സൺ എന്താണോ ആവശ്യം അത് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ആ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ഹെൽപ്പ് അങ്ങനെയൊന്നും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും അറിഞ്ഞാൽ തന്നെയും അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നില്ല. നിങ്ങൾക്കൊരു ആവശ്യമുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ നിങ്ങളുടെ പേഴ്സണെ അറിയിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും അവരൊരു കണ്ട ഭാവം എടുക്കാതെ അവരുടെ ശ്രദ്ധ മൊത്തവും മറ്റുള്ള വ്യക്തികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അതുപോലെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്തോ അതെല്ലാം അവർക്ക് നേരെ വാളുകളായി തന്നെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരു പക്ഷേ സിംഗിൾ പേരൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവർ ചില പൂജ വിധികളും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരുപാട് ശ്രദ്ധയുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ അവർ ഏറ്റവും ഭക്തിയും നല്ല രീതിയിലുള്ള നോളജബിൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി പ്രസൻ്റ് ആയിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ 4 ഓഫ് സോഡിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരുപാട് പെയിൻഫുള്ളായിട്ട് ഒരു കൂട് തന്നെ അവരുടെ കുറേ നെഗറ്റിവിറ്റിയും കാര്യങ്ങളുമായിട്ട് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം തന്നെ അവർക്ക് നേരെ ഒരു വട്ടമിട്ട് അവരെ ഒരു കൂട് ആക്കിയിട്ട് ആ കൂടിൻ്റെ അകത്ത് എങ്ങനെയാണോ തളർന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ, കാരണം അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. വാളുകൾ പല ഭാഗത്തു നിന്നും അവരെ ചുറ്റി വരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അവരൊരു നൂല് പോലെ അവരെത്രയൊക്കെ ലൈഫിൽ നിന്ന് അവരുടെ ആ ഒരു പ്രശ്നങ്ങളെയും അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നോ അതെല്ലാം അവർക്ക് ഏറ്റവും വലിയ ബേർഡനായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വണ്ണം, അനങ്ങാൻ പോലും ചലിക്കാൻ പോലും വയ്യാത്ത വണ്ണം നിങ്ങളുടെ പേഴ്സണെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും പൂജ കർമ്മങ്ങളോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടായിരിക്കാം. കാരണം ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ഒരു സ്പിരിച്വലായിട്ടുള്ള കാർഡാണ്. എന്തെങ്കിലും പൂജ മന്ത്രങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണ് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കെട്ടിയിട്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്നത് ഒരു പൂജയ്ക്കെടുക്കുന്ന പാത്രമാണ്. പൂജയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാത്രങ്ങളാണ്. ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിനെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തികളായിരിക്കും. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും അവരിൽ നിന്ന് പോകരുത് എന്നുള്ള രീതിയിൽ എത്ര പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ തന്നെയും വിട്ടുമാറരുത് എന്നുള്ള രീതിയിലുള്ള ഓരോ പൂജാവിധികളും കാര്യങ്ങളും അവർ അതിൻ്റേതായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സണെ വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും അവരോടൊപ്പം സന്തോഷത്തിലല്ല. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയോടൊപ്പം ഒരിക്കലും സന്തോഷമല്ല. അവർ ചെയ്തിരുന്നത് ഇപ്പോൾ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള എന്ത് കാര്യങ്ങളും സമയമായാലും സ്നേഹമായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അത് തേർഡ് പാർട്ടിക്ക് കൊണ്ട് കൊടുക്കുകയും ഇപ്പോൾ ആ തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ലൈഫ് ചിലപ്പം ഒരുമിച്ചുള്ള ലൈഫായിരിക്കും, അല്ലാതെയുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ ഊരിപ്പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ബേർഡനായിരിക്കുന്ന അവസ്ഥയാണ്. ഇത്രയും നാൾ നിങ്ങളാണ് അവർക്കൊരു ബേർഡനായിട്ട് തോന്നിയതെങ്കിൽ അതിലേറെ വലിയ പ്രശ്നമായിരുന്നു. കാരണം തേർഡ് പാർട്ടി എപ്പോഴും അവരുടെ മുമ്പിൽ നല്ല മുഖം കാണിച്ച് ആണ് ഇരുന്നിരുന്നത്. പക്ഷെ അവരുടെ ശരിയായ മുഖം അവർക്ക് പിന്നെ ഈ ഒരു സമയത്താണ് അവർക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു എന്നും നിങ്ങളൊരു മദറിങ് കെയറിങ് ആയിരുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്.
നിങ്ങൾ അവരെ ഒരുപാട് ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് ആ വിധം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചിരുന്നു. എന്താണോ വേണ്ടത്, നിങ്ങൾ ഏത് പൊസിഷനിലായിരുന്നാലും ശരിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടായിരിക്കാം, അതല്ല നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെയാണെങ്കിലും എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഫോൺ വന്നു കഴിഞ്ഞാൽ, മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം തന്നെ നിങ്ങൾ ചിലപ്പം അവർക്ക് റിപ്ലൈ കൊടുക്കും. ഓക്കെ, അവർക്ക് റിപ്ലൈ കൊടുക്കുകയും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ട് നിങ്ങൾ കണ്ടിരുന്നു. ഓക്കെ, ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ജോലിയുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്തെങ്കിലും ജോലിയുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, ഒരു സമയം അനുകൂലമായി വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ഈ ഒരു ഇത്രയും പെയിൻഫുള്ളായ സിറ്റുവേഷനിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ നടക്കുകയാണ്. കാരണം തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പൈസയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ആ വല്ല പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. ഇപ്പോൾ ഒരു സമയം അനുകൂലമായി കിട്ടിയിരുന്നു എങ്കിൽ, ഒരു ന്യൂ ബിഗിനിങ് സംഭവിച്ചിരുന്നു എങ്കിൽ എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഫോർ ഓഫ് വൺസ്, ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു മാരേജ് വേണമെന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടി അവരോട് കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സണോട് പറയുകയാണ്. ഓക്കെ, ഇങ്ങനെ പൈസയൊക്കെ ഒരുപാട് അവരുടെ കയ്യിൽ കൊടുത്ത് അതിനുള്ള നിങ്ങൾ പൈസയൊന്നും തിരിച്ച് കൊടുക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി ആവശ്യപ്പെടുകയാണ്, കമ്മിറ്റ്മെൻറ്റ് വേണം, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നേ പറ്റുള്ളൂ, കാരണം എൻ്റെ പണങ്ങളും എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം തേർഡ് പാർട്ടിയിലേക്ക് ഒരു പക്ഷേ എന്തെങ്കിലും നീഡ്സിന് വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുള്ളത്. ഒരിക്കൽ കമ്മിറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ച് കാണത്തില്ല. പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കുരുക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് വാൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടിയുടെ യാതൊരുവിധ ഇമോഷണൽ പരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഈ ഒരു സമയത്ത് കാണുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ മാത്രമാണ്. ഒരു സമയം അനുകൂലമായി കിട്ടുന്നതിന് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു കപ്പിൻ്റെ എനർജി ഒന്നും വന്നിട്ടില്ല. ഒരു കപ്പിൻ്റെ എനർജി വന്നത് തന്നെ അത് മൂടി വെച്ചിരിക്കുന്നതാണ്. കാരണം ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണെങ്കിൽ ശരി തന്നെ, നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ശരി തന്നെ, ഒരിക്കലും അവിടെ കപ്പിൻ്റേതായിട്ടുള്ള യാതൊരു എനർജിയും അവരുടെ ലൈഫിലില്ല. അവരുടെ ലൈഫിൽ ഉള്ളത് മൊത്തവും സോഡിൻ്റെ എനർജി, വാളിൻ്റെ എനർജി, പെയിൻ്റെ എനർജി, പിന്നെ പൈസയുടെ എനർജി മാത്രമാണുള്ളത്. മറ്റൊന്നും അവരാഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പണം കൊടുത്ത് നിങ്ങളുടെ പേഴ്സണെ അവരുടെ വരുതിയിൽ കൊണ്ടുവരാനാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് എന്താണോ സെലക്ട് ചെയ്തത് ആ ഒരു വശത്ത് കൂടി നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ കൂടി പോവുകയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇപ്പോഴുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള എനർജി എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന വ്യൂസിൻ്റെ ഈ വ്യക്തിയുടെ പേഴ്സൺ ആ വ്യക്തിയോട് കാണിക്കുന്ന ഫീലിങ്സ് ഈ ഒരു സമയത്ത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്ത് കറണ്ട് ഫീലിങ്സ് ആണ് ഈ വീഡിയോ കാണുന്ന വ്യക്തിയോട് ഉള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് ഫീലിങ്സ് ആണുള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിനോട് എന്ത് ഫീലിങ്സ് ആണ് അവരുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ സമയത്ത് അവരുടെ കൂടെ ഉള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി
ലഭിക്കേണ്ടതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങളോടുള്ള ഇപ്പോഴുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളിൽ നിന്നും അകന്നു പോയപ്പോൾ നിങ്ങളെ പല ബ്ലോക്കുകളും ചെയ്ത് നിങ്ങളെ റെസിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ വരരുത്, മിണ്ടരുത്, സംസാരിക്കരുത്, എന്നെ വിളിക്കരുത് എന്നുള്ള കൺട്രോളിങ് ആയിട്ടിരുന്നോ, അതെല്ലാം മാറ്റാൻ ശ്രമിക്കുകയാണ്. കാരണം അവരിപ്പോൾ നിങ്ങളോടൊന്ന് മിണ്ടണമെന്നും നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്ന സമയമാണ്. 7 നമ്പറാണ്. ലിയോ ആണ്. ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടോ? നിങ്ങളെ കാണരുത്, മിണ്ടരുത്, എൻ്റെ പിറകെ വരരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ബ്ലോക്കിംഗ് എല്ലാം മാറ്റാനുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വ്യക്തികളുടെയും ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ബ്ലോക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് എനർജി ആർക്കാണ് റെസനേറ്റ് ആകുന്നതെന്ന് അറിയത്തില്ല. കമൻറ്റ് ചെയ്യുക. ഒരു ബാലൻസിൽ കൊണ്ടുവരിക, നിങ്ങൾക്ക് ജസ്റ്റിസ് തരിക എന്നുള്ളത് തന്നെയാണ് 7 ഓഫ് വാൻസിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനർജി പാസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പല വ്യക്തികളുടെയും പേഴ്സൺ നിങ്ങളുടെ ബ്ലോക്ക് മാറ്റി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുവാനുള്ള ഇത് കാണുന്നുണ്ട്. വാണ്ടിൻ്റെ എനർജി സൂചിപ്പിക്കുന്നത് ഒരാഴ്ച ടൈമാണ്. ചിലപ്പം നിങ്ങൾക്ക് 7 ദിവസത്തിനകം അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ബ്ലോക്കുകൾ മാറുന്നതായിരിക്കും. നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അടുത്തത് നോക്കാം. നിങ്ങൾക്ക് എന്തായിരുന്നാലും ഒരു ജസ്റ്റിസ് വരുന്നതായിരിക്കും. അടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്തത്, നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും വാങ്ങിച്ച് തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ഡിപ്രഷനിലാണ് പോയിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ പേഴ്സണെ ഒരു അന്ധകാരമാണ് ഭരിച്ചിരുന്നതെങ്കിൽ ആ അന്ധകാരത്തിൽ നിന്നെല്ലാം ഒരു ന്യൂ ബിഗിനിങ് വരെയാണ്. ഇവിടെയുള്ള ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു അന്ധകാരം, നെഗറ്റിവിറ്റി, കാരണം അവരുടെ പൂജകളെല്ലാം നടത്തിയാണ് നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് അടുപ്പിച്ച് വെച്ചിരുന്നതെങ്കിൽ അതിനൊക്കെ ഒരു വെളിച്ചം വരികയാണ്. ആ ഒരു കറുപ്പ് മാറുകയാണ്. കറുപ്പെന്ന് പറയുമ്പോൾ നെഗറ്റിവിറ്റിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയും കാര്യങ്ങളെല്ലാം മാറി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് നിങ്ങളെ പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ഇവിടെ അതുപോലെ തന്നെയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ കെട്ടിയിട്ടിരിക്കപ്പെടുന്ന അവസ്ഥയാണ്. കാരണം അവർക്ക് ഒരുപാട് ബാക്ക് സ്റ്റാബിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള പെയിൻ അവർ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളോട് എന്താണോ ചെയ്തത് അതിനുള്ള കർമ്മ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നും നിങ്ങളോട് ചെയ്തതിനെല്ലാം അവർ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 10 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ന്യൂ ബിഗിനിങ് തന്നെയാണ്. ഏസ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. നമ്പർ 10 ആണ്. 10+1 ആണ്. സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ജെമിനിയാണ്. എയർ സൈനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോൾ ഒരു ബ്ലെസ്സിങ്, യൂണിവേഴ്സ് ബ്ലെസ്സിങ് നിങ്ങളുടെ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നും അവരിൽ നിന്ന് ആ ഒരു അന്ധകാരത്തെ മാറ്റി ഇതുവരെ അവരിൽ നിന്നിരുന്ന ബ്ലാക്ക് എനർജിയെ മാറി ഇപ്പോൾ അവർക്ക് യൂണിവേഴ്സിൻ്റെ പ്രസൻസ് അവരിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു. അവരിപ്പോൾ അവരുടെ കണ്ണ് കെട്ടിയിരിക്കുന്നെങ്കിലും അവരുടെ ഉൾക്കാഴ്ച കൊണ്ട് അവർ സത്യത്തെ തിരിച്ചറിയുകയാണ്. ചെയ്തു പോയ തെറ്റുകൾ അവർ മനസ്സിലാക്കുകയാണ്.
ചെയ്തു പോയ തെറ്റ് മനസ്സിലാക്കുകയാണ്. അടുത്തത് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളെ ഉപേക്ഷിച്ച്, കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്, 6 ഓഫ് പെൻറ്റിക്കിളാണ്. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ സ്നേഹം നല്ല ഇതെല്ലാം അവർ കൈവശമാക്കി മറ്റാർക്കെങ്കിലും അതെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ചിന്തിക്കുകയാണ്. 3 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഫയർ എനർജിയാണ്, ഏരീസ് ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, പ്ലാനിങ് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് എങ്ങനെ എന്ത് സ്ട്രഗിൾ തന്നെയാണെങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. കാരണം അവർക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് പാഷൻ തോന്നുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുകയാണ്. അവർ സ്ട്രെങ്ത് എടുക്കുകയാണ്. കാരണം ഈ റെഡ് കളറ് അവരുടെ പാഷനെ, ഒരു ന്യൂ ബിഗിനിങ് അവരിലേക്ക് ഒരു സ്ട്രെങ്ത് കൊണ്ടുവരുന്നതാണ്. നിങ്ങളിലേക്ക് തന്നെ അവർ ശ്രദ്ധ വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഒരുപാട് സ്നേഹത്തോടു കൂടി എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടെങ്കിൽ കൂടിയും അതെല്ലാം കടന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള പ്ലാനിങ്, അവരുടെ ചിന്ത അതിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിളാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകണം, ലൈഫ് കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലിയെ എത്രത്തോളം ഫ്രൂട്ട്ഫുള്ളായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണെന്നും, നിങ്ങളിൽ ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള അബണ്ടൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നും, നിങ്ങൾ സാമ്പത്തികമായിട്ട് ഏറ്റവും മുന്നിലാണെന്നും ഒക്കെ അവർക്കറിയാം. ചിലപ്പം എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മയും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇതൊരു സിംഗിൾ പേരൻ്റ് ആയിരിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. 8 ഓഫ് വാൻസ് ആണ് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത്. ലിയോ വെർഗോയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എർത്ത് സൈനാണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുകയാണ്. ഇപ്പം അവർക്കൊരു സ്വയവിചാരങ്ങളും കാര്യങ്ങളും. ഓക്കെ, ഇപ്പം നമുക്ക് നിങ്ങളുടെ എനർജിയും കൂടി ഒന്ന് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ നിങ്ങളുടെ കറണ്ട് എനർജി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ്? തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികളാണ്. ഓക്കെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടതോർത്തുള്ള വിഷമത്തിലാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെല്ലാം മറ്റു ആൾക്കാർ നിങ്ങൾക്ക് ഓഫറുകൾ തന്നാലും നിങ്ങളതൊന്നും സ്വീകരിക്കുന്നില്ല. ചിലപ്പം നിങ്ങൾക്ക് മറ്റ് ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഓഫറും കൊണ്ട് തരുന്നു, അതൊന്നും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ പേഴ്സൺ നഷ്ടപ്പെട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിമിഷങ്ങളെ ഓർത്തിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. നമ്പർ 4 ആണ്. ക്യാൻസർ ആണ് വന്നിരിക്കുന്നത്. വാട്ടർ സൈനാണ്. സ്കോർപിയോ 5 നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നഷ്ടബോധത്തിലിരിക്കുന്ന അവസ്ഥയാണ്. 2 കാർഡും നഷ്ടബോധത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തന്നിട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിച്ചു പോയ അവസ്ഥയെ ഓർത്ത് പേഴ്സണുമായിട്ട് നിങ്ങൾ മുന്നേ നടന്നിരുന്ന സംഭവങ്ങളൊക്കെ ഓർത്തിട്ട്, അല്ലെങ്കിൽ പേഴ്സൻ്റെ മെസ്സേജുകൾ, പേഴ്സൻ്റെ ഫോട്ടോസുകൾ, പേഴ്സൺ തന്ന ഗിഫ്റ്റുകൾ, ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണ്. യൂണിവേഴ്സ് ആയിരുന്നാലും മറ്റ് വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തരുന്ന ഒരു ഓഫറും നിങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല. ഓക്കെ, ഈ ഒരു എനർജി കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ
നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലോട് കൂടി തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഈ കാണുന്നതിൽ മിക്ക ആൾക്കാരും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയും ആ തേർഡ് പാർട്ടിയെ വിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് എന്തായിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരണം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഡെത്ത് സംഭവിക്കണം. ഡെത്ത് എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ഡെത്തല്ല, മാനസികമായിട്ടുള്ള ഡെത്തല്ല വന്നിരിക്കുന്നത്. ആ സിറ്റുവേഷൻ ഡെത്തായിട്ട് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വേണമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് 10 ഓഫ് പെൻഡിക്കിൾ വേണമെന്നും ഡബിൾ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് വിട്ടു മാറണമെന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പേഴ്സണെ ഓർത്തിട്ടുള്ള എനർജിയാണ് ചോദിച്ചത്. വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പാണ്. നഷ്ടബോധത്തിലാണ് നിങ്ങളിപ്പം കറണ്ട് സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കറണ്ട് എനർജിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം മറ്റുള്ളവർ എന്തെല്ലാം ഓഫർ കൊണ്ട് വന്നിരുന്നാലും മറ്റ് പ്രണയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പി ഫാമിലി നിങ്ങൾ ആഗ്രഹിക്കുന്ന 10 ഓഫ് പെൻഡിക്കിളിൻ്റെതാണ്. ഒരുപാട് അബണ്ടൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണുമൊത്ത് തേർഡ് പാർട്ടി ഡബിൾ എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജി ആണെങ്കിൽ മറ്റതെല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആയിരിക്കുന്നതായിരിക്കും. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങൾക്ക് അഫർമേഷൻ സ്കില്ല് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അഫർമേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ പോസിറ്റീവായിരിക്കുക. ഓക്കെ, യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.